എന്തുകൊണ്ടാണ് ഇത്രയും ഹൈ പ്ലേസ്മെന്റ്സ് നമുക്ക് കിട്ടുന്നത്? അതും എയർലൈൻസിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഫസ്റ്റ് റീസൺ ഇസ് ഫാക്കൽറ്റി നമ്മൾ ഹൈലി എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയാണ്, ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റിയാണ്. ഇവിടെയുള്ള 2 ഏവിയേഷൻ ഫാക്കൽറ്റിയും 24 years എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റിയാണ്. ദാറ്റ് ടു ഇൻ ആൻ ഇന്റർനാഷണൽ എയർലൈൻ ലൈക്ക് ഖത്തർ എയർവേസ്. ഒരാൾ CSD ആയിരുന്നു, ഒരാൾ പെർഫോമൻസ് ഓഫീസർ ആയിരുന്നു. സോ ദേ ഹാൻഡിൽ ദി ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ്. കമ്മ്യൂണിക്കേഷൻസ് ട്രെയിനർ ഹാസ് വർക്ക്ഡ് വിത്ത് കമ്പനീസ് ലൈക്ക് BBC ആൻഡ് ഡിസ്കവറി ചാനൽ. അഡീഷണൽ ട്രെയിനേഴ്സ് ആണെങ്കിലും ദേ ആർ ഓൾ ഹൈലി എക്സ്പീരിയൻസ്ഡ്, ഹൈലി സ്കിൽഡ്. സോ അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും സ്റ്റുഡൻസിന് പാസ് ഡൗൺ ചെയ്യും. പിന്നെ കരിക്കുലം, ദ വേ വി ഡു ആർ ട്രെയിനിങ് ഫ്രം ഡേ വൺ വി ആർ വെരി ഫോക്കസ്ഡ് ഓൺ ദി ഇൻ്റർവ്യൂ. നമ്മുടെ എൻഡ് റിസൾട്ട് അല്ലെങ്കിൽ എൻഡ് എയിം ഇസ് ദി ഇൻ്റർവ്യൂ, അത് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗ്രൂമിങ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, സബ്ജക്റ്റ് ആയിക്കോട്ടെ, വി ആർ ഓൾവേസ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് ദി ഇൻ്റർവ്യൂ. ഫ്രം ഡേ വൺ വി ആർ ലുക്കിംഗ് ടു put them to that interview and see how they perform in that interview rather than just ഒരു മാർക്ക് ലിസ്റ്റ് കൊടുക്കുന്നതിലോ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിലല്ല നമ്മുടെ ഫോക്കസ്. വി ഹവ് ഓൾവേസ് ബീൻ ഫോക്കസ്ഡ് ഓൺ ദി ഇൻ്റർവ്യൂ. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് ദി സ്റ്റുഡൻസ്. ഇപ്പം നമ്മൾ എത്ര പുഷ് ചെയ്താലും ഇഫ് ദി സ്റ്റുഡൻറ് ഡസ് നോട്ട് പുട്ട് എനി എഫേർട്ട് ദെൻ ഇറ്റ് ഇസ് difficult for us to get placement. So I think it is half us and താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പകുതി സ്റ്റുഡൻസ് പകുതിയാണ്. അവരും ആ എഫേർട്ട് ഇടാനും ഇൻ്റർവ്യൂസിന് പോകാനും ഉള്ള ഇനീഷ്യേറ്റീവ് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഗൈഡൻസ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഇറ്റ്സ് നോട്ട് എ മാജിക്കൽ പില്ലോ അല്ലെങ്കിൽ അവിടെ മാജിക് ഒന്നുമില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് എ പ്രോസസ് ദാറ്റ് വി ഓൾസോ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ വി മേക്ക് ഷുവർ ദാറ്റ് വി ഡെലിവർ എവറിത്തിങ് ദാറ്റ് വി പ്രോമിസ് ആൻഡ് ദി സ്റ്റുഡൻസ് ഓൾസോ ഗിവ് ദ ബെസ്റ്റ്. അതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്രയും അധികം പ്ലേസ്മെൻറ്റ്സ് കിട്ടുന്നത്.